ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ബുക്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ പറ്റിയാണ്. പക്ഷേ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ നാട്ടിൽ അറബികളും ചൈനക്കാരും വ്യാപാരികളായിട്ട് ഉണ്ടായിരുന്നു. സോ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിൽ എത്തുന്നത്. ഇന്ത്യയിൽ ഈ യൂറോപ്യന്മാർ വന്നതിന് ഒരു ക്രമമുണ്ട്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. അപ്പോൾ അവസാനമായിട്ട് ഇന്ത്യയിലെത്തിയത് ഫ്രഞ്ചുകാരും ആദ്യം വന്നത് പോർച്ചുഗീസുകാരും അവസാനം ഇന്ത്യ വിട്ടു പോകുന്നത് പോർച്ചുഗീസുകാരും ആദ്യം ഇന്ത്യ വിട്ടു പോകുന്നത് ഡച്ചുകാരുമാണ്. പോർച്ചുഗീസുകാരുടെ ചരിത്രം തുടങ്ങുന്നത് വാസ്കോഡ ഗാമയിൽ നിന്നാണ്. അവസാനിക്കുന്നതോ വാസ്കോഡ ഗാമയുടെ മരണത്തിന് ശേഷം പോർച്ചുഗീസ് വൈസ്രോയിയായ ഹെൻറിക് ഡി മെനസസോടെയും. വാസ്കോഡ ഗാമ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും രാജാവായ മാനുവൽ I അഥവാ ഡോം മാനുവൽ അല്ലെങ്കിൽ ഇമാനുവൽ എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച വ്യക്തിയാണ് വാസ്കോഡ ഗാമ. അദ്ദേഹം കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങുന്നത്. കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നത് 1498 മെയ് 20-നാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനായിരുന്നു വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികനായിരുന്നു അൽവാരോ വെൽഹോവ്. അൽവാരോ വെൽഹോവിലെ വിയും വാസ്കോഡ ഗാമയുടെ വിയും കൂട്ടി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഈ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുകയുടെ 60 മടങ്ങോളം ലാഭം ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ഈ വാസ്കോഡ ഗാമയ്ക്ക് ലഭിച്ചിരുന്നു. വാസ്കോഡ ഗാമ ഈ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയത് 1499-നാണ്. വാസ്കോഡ ഗാമ ഒരു വട്ടമല്ല ഇന്ത്യയിലെത്തിയത്. വാസ്കോഡ ഗാമ രണ്ടാമതും മൂന്നാമതും കേരളത്തിലെത്തുകയുണ്ടായി. മൂന്നാമത്തെ വരവിൽ അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ വ്യക്തിയാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. അതിലൊരു പായുണ്ട്, അതിൽ നിന്നും പിൻഗാമി എന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാം. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു പെഡ്രോ അൽവാരസ് കബ്രാൾ. അദ്ദേഹം എത്തിയത് 1500-ലാണ്. 1498-ൽ ഗാമ എത്തി, 1500-ൽ പെഡ്രോ അൽവാരസ് കബ്രാൾ എത്തി. പാ എന്ന അക്ഷരം വഴി നമുക്ക് വേറൊന്നുകൂടെ റിലേറ്റ് ചെയ്യാം. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചതും കബ്രാളാണ്. 33 കപ്പലും 1500 ആളുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ഐറസ് കൊറിയ. ഗാമയ്ക്കൊപ്പം എത്തിയ വ്യക്തി അൽവാരോ വെൽഹോവ്, കബ്രാളിനൊപ്പം എത്തിയത് ഐറസ് കൊറിയ. കബ്രാൾ എന്നതിൽ നിന്നും ബ്രസീൽ അല്ലെങ്കിൽ ഐറസ് കൊറിയയിൽ നിന്നും കൊറിയൻ, അങ്ങനെ ബ്രസീലും കൊറിയയും റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവരെ രണ്ടുപേരെയും ഓർത്തിരിക്കാൻ പറ്റും. കബ്രാൾ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ മൂന്നാമതൊരു വ്യക്തി എത്തി. അദ്ദേഹമാണ് ജാവോഡാനോവ. അദ്ദേഹം കോഴിക്കോടുണ്ടായിരുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലടുപ്പിച്ചിരുന്നുള്ളൂ. കബ്രാളിൻ്റെ വരവോട് കൂടി ഒരു തുറമുഖം പോർച്ചുഗീസുകാർക്ക് തുറന്നു കിട്ടി. അതുപോലെ തന്നെ കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വവും കിട്ടി. അത് രണ്ട് മേന്മകളാണ്. ഗാമ, ശേഷം കബ്രാൾ, അത് കഴിഞ്ഞ് ജാവോഡാനോവ. അത് കഴിഞ്ഞ ജാവോഡാനോവ എന്നല്ല, കബ്രാൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ജാവോഡാനോവ വന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന വ്യക്തി ഗാമ തന്നെയാണ്. ഒന്നാമത്തെ വരവിൽ ഗാമ ഇറങ്ങിയത് കോഴിക്കോട് കാപ്പാടാണെങ്കിൽ രണ്ടാമത്തെ വരവിൽ അദ്ദേഹം ഇറങ്ങിയത് അഞ്ചി ദ്വീപിലാണ്. ആ വരവിലാണ് അദ്ദേഹം കാർട്ടസ് എന്ന് പറയുന്ന ഒരു വ്യാപാര കുത്തക ഉണ്ടാക്കിയെടുത്തത്. അഥവാ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വേറെ
ഏതെങ്കിലും രാജ്യക്കാരുടെ കപ്പൽ വരികയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസ് പാസ് എടുക്കുക എന്നതാണ് കാർട്ടസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവിൽ 15 കപ്പലുകളും 800 ആളുകളും ഉണ്ടായിരുന്ന സംഘമായിരുന്നു ഉള്ളത്. അദ്ദേഹം രണ്ടാമത് എത്തുന്നത് 1502 ഫെബ്രുവരിയിലാണ്. അപ്പോൾ രണ്ടാമത്തെ വരവിൽ നിന്നും 1502 നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ കബ്രാളിൻ്റെ കൂടെ 1500 ആളുകളും 33 കപ്പലുകളുമായിരുന്നു. കബ്രാൾ എത്തിയ വർഷവും 1500 അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും 1500 തന്നെയാണ്. രണ്ട് പ്രധാന പോയിന്റുകളാണ്. ഗാമ സഞ്ചരിച്ച കപ്പൽ, അത് സെൻറ്റ് ഗബ്രിയലാണ്. കൂടെ സാവോ റാഫേൽ, അതുപോലെ തന്നെ സാവോ ബെറിയോ എന്ന് പറയുന്ന 2 കപ്പലുകൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂന്നാം വരവ് മറ്റ് ചില വൈസ്രോയിമാർക്ക് ശേഷമാണ്. രണ്ടാം വരവ് അഞ്ചി ദ്വീപിലാണ്. ഈ ഗാമയെ ഡോം അഥവാ പ്രഭു എന്ന പദവി നൽകിയത് മാനുവൽ രാജാവ് തന്നെയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമയാണ്. ഈ വിശേഷണം നൽകിയത് മാനുവൽ രാജാവ് തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നറിയപ്പെടുന്നൊരു വ്യക്തിയുണ്ട്. അതാരാണ്? കുഞ്ഞാലി നാലാമനാണ്. ഗാമ വന്നു പോയതിന് ശേഷം പിന്നീട് 1505 തൊട്ട് 1509 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് പോർച്ചുഗീസ് വൈസ്രോയി ആയത്. അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇതിനു മുമ്പ് വന്ന കബ്രാൾ വൈസ്രോയി ആയിരുന്നില്ല. അദ്ദേഹം പിൻഗാമി എന്നാണ് അറിയപ്പെട്ടത്, ഗാമയുടെ പിൻഗാമി എന്ന്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതുപോലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയും അദ്ദേഹം തന്നെയാണ്. അൽമേഡ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മേഡ എന്ന് പറയുന്നൊരു വാക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കോട്ടകൾ കെട്ടുക, മേടകൾ, വലിയ കോട്ടകൾ കെട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുൽമേടിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ തടാകങ്ങൾ കാണും. അപ്പം അതിൽ നിന്ന് നമുക്ക് തടാകത്തിൽ എന്താ? വെള്ളം, മേട, വെള്ളം. അപ്പം ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കിയതും അദ്ദേഹം തന്നെയാണ്. അൽമേഡയ്ക്ക് ശേഷം 1509 മുതൽ 15 വരെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അൽബുക്കർക്ക്. ഏറ്റവും ശക്തൻ അൽബുക്കർക്ക്, കർക്കശക്കാരൻ എന്നോർത്തിരിക്കാം. അൽബുക്കർക്ക് ഏറ്റവും ശക്തമായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടും അദ്ദേഹം തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഈ അൽബുക്കർക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? മാർഷൽ കുട്ടിൻഹോ. അവിടെയും റിലേറ്റ് ചെയ്യാം. അൽബുക്കർക്ക് ഇക്ക, മാർഷൽ കുട്ടിൻഹോ ഇക്ക, ഇക്ക ഇക്ക, കുട്ടിൻഹോ കർക്ക്. അങ്ങനെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ചതും അൽബുക്കർക്ക് തന്നെയായിരുന്നു. അദ്ദേഹം ഒത്തിരി മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകി, വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി, നീതി പരിപാലനം കർശനമാക്കി, അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം ഉന്മൂലനം ചെയ്തു. അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവന്ന വൈസ്രോയി ആരായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. പ്രധാനമായി അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവന്നത് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതുപോലെ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് 1510. അതിനുശേഷം വന്ന വൈസ്രോയിയാണ് ലോപ്പോസോറസ്. ലോപ്പോസോറസിനും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അദ്ദേഹം 1515 തൊട്ട് 18 വരെ ആയിരുന്നു ഭരിച്ചിരുന്നത്. 1516 കൊല്ലം രാജ്ഞിയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി അദ്ദേഹം. അതേ ഉള്ളൂ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിനെ പറ്റി പഠിക്കാൻ. അതിനുശേഷം വന്ന ആളാണ് ഡി സെക്വീറ. 1518 മുതൽ 22 വരെ. ഈ ഡി സെക്വേറയ്ക്ക് ശേഷം 1522 മുതൽ 24 വരെ പോർച്ചുഗീസ് വൈസ്രോയി ഡ്വാർട്ട ഡി മെനസ് ആയിരുന്നു. ഈ ഡ്വാർട്ട ഡി മെനസസിൻ്റെ കാലത്ത് കൃത്യനിർവഹണത്തിന് അദ്ദേഹം
വലിയ കഴിവൊന്നും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് പിന്നീട് ഗാമ തന്നെ വൈസ്രോയി ആയിട്ട് വരികയാണ് ചെയ്തത്. മൂന്നാമത് ഗാമ തിരിച്ചു വരുമ്പോൾ 1524 വൈസ്രോയി ആയിട്ട് ഗാമ തിരിച്ചു വരുമ്പോൾ ആ വർഷം തന്നെ അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കുകയുണ്ടായി. 1524 ഡിസംബർ 24. അപ്പം കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ അടക്കം നടന്നു കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. അതിനുശേഷം ഭൗതിക ശരീരം ലിസ്ബണിൽ ജെറോണിമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഗാമയ്ക്ക് ശേഷം വന്ന പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഹെൻറിക് ഡി മെനസസ്. ഡ്വാർട്ടെ ഡി മെനസസ് കഴിഞ്ഞ് വാസ്കോഡ ഗാമ കഴിഞ്ഞ് അതിനുശേഷം അവസാനം വന്ന പോർച്ചുഗീസ് വൈസ്രോയിയാണ്, പ്രധാനപ്പെട്ട വൈസ്രോയിയാണ് ഹെൻറിക് ഡി മെനസസ്. 1524 മുതൽ 26 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആ സമയത്തുണ്ടായ ഒരു പ്രധാന കാര്യം 1525 കുഞ്ഞാലിമരയ്ക്കാരുടെ താവളമായിരുന്ന പന്തലായിനി ആക്രമിച്ചത് ഈ വൈസ്രോയി ആയിരുന്നു. ഇനി ഈ കേരള ചരിത്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് ശ്രീധരമേനോൻ്റെ ബുക്കിൽ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പം പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പം എന്താണ് ഇനി പഠിക്കാനുള്ളത്? 1540 ഈ സാമൂതിരിയും പോർച്ചുഗീസും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി. ഈ സന്ധി ഉണ്ടാക്കിയതനുസരിച്ച് സാമൂതിരി കേരളത്തിൽ മറ്റ് രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ അതിൽ ഇടപെടരുത്. അതുപോലെ പോർച്ചുഗീസുകാർക്ക് വാണിജ്യ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കാർട്ടസ് വ്യവസ്ഥ സാമൂതിരിയും അംഗീകരിക്കണം. അങ്ങനെ അതുപോലെ കുരുമുളക് കൊച്ചിയിലെ വാണിജ്യ നിരക്കിന് പോർച്ചുഗീസുകാർക്ക് കൊടുക്കണം. അങ്ങനെ കുറേ നിബന്ധനകൾ അതിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിലൊരു പ്രതിരോധാക്രമണ സഖ്യം ഉണ്ടാക്കിയെടുത്തിരുന്നു. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവായിരുന്നു പുറക്കാട്ട് രാജാവ്. പിന്നീട് 1550 മുതൽ 55 വരെ സാമൂതിരിയും പോർച്ചുഗീസും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. കാരണം സാമൂതിരിയുടെ സുഹൃത്ത് ബന്ധമുള്ള രാജാക്കന്മാരുമായിട്ട് പോർച്ചുഗീസുകാർ ഏറ്റുമുട്ടുമ്പം അത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വഷളാക്കി. അങ്ങനെ ഇവർ തമ്മിലൊരു പോരാട്ടത്തിൻ്റെ കാലഘട്ടം തന്നെയായിരുന്നു 1550 മുതൽ 555 വരെ. ഇനി മറ്റൊരു വർഷമായിരുന്നു 1564. കോലത്തിരി രാജാവ് കണ്ണൂർ കോട്ട, പോർച്ചുഗീസിൻ്റെ കണ്ണൂർ കോട്ട ആക്രമിച്ചു. 1564 ഈ ആക്രമണം നടന്നത്. പിന്നെ 1570 ആയപ്പം ബീജാപ്പൂരിലെ ആദിൽ ഖാനും അഹമ്മദ് നഗറിലെ നൈസാം ഷായുമായിട്ട് ഈ പോർച്ചുഗീസുകാർക്കെതിരെ സഖ്യം സ്ഥാപിച്ചു സാമൂതിരി. അതുപോലെ 1571 ആയപ്പം സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയങ്കോട്ട വളഞ്ഞു. ഈ വളഞ്ഞത് മൂന്നാം മരയ്ക്കാറിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ പിന്നെ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യമൊക്കെ മാറും. 1584 ആകുമ്പം പൊന്നാനിയിലൊരു വ്യവസായശാല പണിയാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കും. 86, 89 വർഷങ്ങളിലൊക്കെ ഈ സാമൂതിരിയുടെ നാവികതലവനായ മരയ്ക്കാറും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധത്തിൻ്റെ സമയമായിരുന്നു. അതുപോലെ 1588 ആകുമ്പം കോഴിക്കോട് ഒരു പോർച്ചുഗീസ് താവളം ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു സാമൂതിരി. പോർച്ചുഗീസുകാർക്ക് ഒരു താവളം ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുത്തു. അതുപോലെ 1591 ആകുമ്പോൾ കോഴിക്കോട് ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് സാധനങ്ങളും സാമഗ്രികളുമൊക്കെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവന നൽകി. ഈ സംഭവം മരയ്ക്കാറും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധം മരയ്ക്കാറും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയാണ്. പിന്നീട് മരയ്ക്കാറും സാമൂതിരിയും മരയ്ക്കാറും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. സാമൂതിരിയുടെ പടത്തലവനായിരുന്ന മരയ്ക്കാറ് സാമൂതിരിയുമായിട്ട് ഇടയാൻ കാരണമായ സംഭവമായിരുന്നു കോഴിക്കോട് പള്ളി പണിയാൻ അനുവാദം കൊടുത്തത്. സാമൂതിരി പോർച്ചുഗീസ് ബന്ധത്തിൽ ഉണ്ടായ സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ എന്നുള്ളത്. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. പ്രധാനമായിട്ട് 4 കുഞ്ഞാലി മരയ്ക്കാർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുഞ്ഞാലി 1 കുട്ടിയലി എന്നറിയപ്പെട്ടു.
കുഞ്ഞാലി 2 കുട്ടി പോക്കറലി എന്നും, കുഞ്ഞാലി 3 പടമരയ്ക്കാറെന്നും, കുഞ്ഞാലി 4 ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നും അറിയപ്പെട്ടു. ഈ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന പ്രധാനമുള്ള 2 വ്യക്തികളാണ് കുഞ്ഞാലി 3 കുഞ്ഞാലി 4. കുഞ്ഞാലി 3 സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി മരയ്ക്കാർ കോട്ട പുതുപട്ടണത്ത് പണി കഴിപ്പിച്ചത്. അതുപോലെ 1586-89 വർഷങ്ങളിൽ 2 നാവിക യുദ്ധങ്ങളിൽ പോർച്ചുഗീസുകാരെ ദയനീയമായിട്ട് അദ്ദേഹം പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചതും കുഞ്ഞാലി മരയ്ക്കാർ 3 1595 കുഞ്ഞാലി 4 തലവനായിട്ട് സ്ഥാനമേക്കുന്നത്. തുടർന്ന് 1600 ആയപ്പോഴത്തേനും ഈ കുഞ്ഞാലി 4 പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞാലി 4 വധിക്കുവാൻ ഈ പോർച്ചുഗീസുകാരെ സഹായിച്ചത്, അല്ലെങ്കിൽ ഈ മരയ്ക്കാർക്കെതിരെയുള്ള പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്ക് ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും സഹായിച്ചത് സാമൂതിരി തന്നെയായിരുന്നു. ഇതിന് കാരണമായൊരു സംഭവമുണ്ട്. 1591 ആയപ്പോഴത്തേനും ഈ കോഴിക്കോട് ഒരു പള്ളി പണിയുവാൻ സ്ഥലവും സാമഗ്രികളും ഒക്കെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവന നൽകി. ഇത് ഈ സാമൂതിരി മരയ്ക്കാർ ബന്ധത്തെ വഷളാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സംഭവം നടന്നേ പിന്നെ സാമൂതിരിയും മരയ്ക്കാറും തമ്മിൽ ഒരു അകൽച്ചയുണ്ടായി. അങ്ങനെയാണ് സാമൂതിരി പോർച്ചുഗീസ് നാവിക സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ആന്ദ്രേ ഫുർഡാവോവിൻ്റെ സഹായത്തോടു കൂടി പോർച്ചുഗീസ് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് 1600 ആയപ്പോൾ 6000 പടയാളികളുമായിട്ട് സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ട ആക്രമിച്ചു. അത് കഴിഞ്ഞാണ് 1600 കുഞ്ഞാലി 4 വധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മരയ്ക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് പുതുപട്ടണത്തും മരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലുമാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? അവർ നിർമ്മിച്ച കോട്ടകൾ. ആദ്യം നോക്കുന്നത് മാനുവൽ കോട്ട. മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട അഥവാ വൈപ്പിൻ കോട്ട, അല്ലെങ്കിൽ ആയക്കോട്ട, ആഴിക്കോട്ട, കൊച്ചിൻ കോട്ട, ഈ പേരുകളിലെല്ലാം ഈ കോട്ട തന്നെയാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണിത്. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. പിന്നീട് 1505 ആയപ്പോൾ കണ്ണൂരിൽ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം കോട്ട, അതുപോലെ 1531 കോഴിക്കോട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ. ഈ കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. അതുപോലെ ഈ മരയ്ക്കാർമാരുടെ യുദ്ധമുറ, പോർച്ചുഗീസുകാർക്കെതിരെ എടുത്ത യുദ്ധമുറ ഗോറില്ല യുദ്ധമുറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഒളിപ്പോര്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി. രണ്ടിലും ഗായുണ്ട്, പോർച്ചുഗീസിലും ഗായുണ്ട്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഗോതിക് ശൈലിയിൽ പണിത പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ബോം ജീസസ് പള്ളി എന്നിവയൊക്കെ. അടുത്ത ടോപ്പിക്കാണ് ലിറ്റററി സോഴ്സസ്. പോർച്ചുഗീസുകാരുടെ കേസിൽ നമുക്ക് ലിറ്റററി സോഴ്സസ് നോക്കാം. ആദ്യം ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം എന്ന അറബി കാവ്യം. ഇത് എഴുതിയത് കാസിം മുഹമ്മദാണ്. നമ്മുടെ ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃതിയാണിത്. അടുത്തത് തുഹ്ഫത്തുൽ മുജാഹിദീൻ. മധ്യകാല കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണിത്. അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഈ കൃതി 16-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടിരുന്നത്. ഇത് എഴുതിയത് ഷൈഖ് സൈനുദ്ദീനാണ്. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ഇതിൽ പറയുന്നുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസും മിക്ക പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു SCRT ടോപ്പിക്കാണ്. മറ്റ് ചില സോഴ്സസ് നോക്കാം. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന
ഒരു ജസ്യൂട്ട് പുരോഹിതൻ ചോദ്യോത്തര പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ 1502 മുതൽ 508 വരെ കേരളത്തിലെ സഞ്ചരിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഇറ്റാലിയൻ ലേഖകനുണ്ട്. അയാളുടെ പേരാണ് ലൂഡോവിക്കോ ഡി വർത്തേമ. ലൂഡോവിക്കോ ഡി വർത്തേമ ഒരു ആ സമയത്തെ വർത്തമാന പത്രം എന്നൊക്കെ ഓർത്തിരിക്കാം. വർത്തമാന പത്രം, വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് പത്രത്തിലാണല്ലോ. അപ്പം വർത്തേമ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അതുപോലെ കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനാണ് ഡ്വാർത്തെ ബാർബോസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഔഷധ ചെടികളെക്കുറിച്ചുള്ള ആദ്യകാല പഠനങ്ങളിൽ ഗാഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥവും ഉൾപ്പെടുന്നു. ഈ ഔഷധ ചെടികളെ പറ്റിയുള്ള ഒരു പഠന പുസ്തകം രചിച്ച വ്യക്തിയാണ് ഗാഷ്യ ഡ ഓർത്ത. അതുപോലെ ഡ്വാർത്തെ ബർബോസയും ഗാസ്പർ കൊറിയയും കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ വിവരങ്ങളെല്ലാം പോർച്ചുഗീസ് ബന്ധത്തിനെ പറ്റിയുള്ള നല്ല ഫലങ്ങളാണ്. അടുത്തത് ജോവാനീസ് ഗോൺസാൽവസ് എന്ന് പറയുന്ന ഒരു സ്പെയിൻകാരനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ അച്ചടിക്കാൻ പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങൾ വെട്ടിയുണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ സമയം കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം ഒക്കെ കൂടുതൽ ഉഷാറായി വന്ന സമയമാണ്. അതുപോലെ 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാലയൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. താങ്ക് യു.